വാട്സാപ്പ് ചാറ്റുകൾ സുരക്ഷിതമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വാട്സാപ്പ് അവകാശപ്പെടുന്നത് വാട്സാപ്പിലെ എല്ലാ കാര്യങ്ങളും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് എന്നാണ്. വാട്സാപ്പിൽ നമ്മൾ ചെയ്യുന്ന ചാറ്റുകൾ, ചാറ്റ് ബാക്കപ്പുകൾ, കോളുകൾ, വീഡിയോ കോളുകൾ, എല്ലാ കാര്യങ്ങളും വാട്സാപ്പിലെ സ്റ്റാഫുകൾക്ക് പോലും മനസ്സിലാക്കാനോ ഇടപെടാനോ കഴിയാത്ത രൂപത്തിൽ സെക്യൂർ ആണ്, എൻക്രിപ്റ്റഡ് ആണ് എന്ന് വാട്സാപ്പ് തന്നെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ വാട്സാപ്പിലെ ചാറ്റുകളും ചാറ്റ് ബാക്കപ്പുകളും കോളുകളും ഒക്കെ എങ്ങനെയാണ് ലീക്കാവുന്നത്? അതിന് വാട്സപ്പിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നമ്മളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. അതായത് വാട്സപ്പ് ഇതിനായിട്ട് ഒരു പ്രത്യേക സെറ്റിങ്സ് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ എനബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകില്ല. വാട്സപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. വാട്സപ്പിലെ ഈ ഒരു സെറ്റിങ്സ് ഓഫിൽ തന്നെയായിരിക്കും ഉണ്ടാകുക. നിങ്ങളത് എനബിൾ ചെയ്യണം. അത് എനബിൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അത് എനബിൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളും ആ ഒരു സെറ്റിങ്സ് ഒന്ന് എനബിൾ ചെയ്തതിന് ശേഷം മാത്രം വാട്സപ്പ് ഉപയോഗിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ചാറ്റ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴേക്ക് വരിക. ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന ഈ ഒരു ഭാഗം ഓഫിലായിരിക്കും ഉണ്ടാകുക. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. നമുക്ക് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ഓപ്ഷനാണ് ഇത്. പല ആളുകളും ഓഫിലായിരിക്കും വെച്ചിട്ടുണ്ടാകുക. അതുകൊണ്ടാണ് നമ്മുടെ ബാക്കപ്പും അതുപോലെ തന്നെ ചാറ്റുകളും ഒക്കെ ലീക്ക് ആകുന്നത്. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, യൂസ് പാസ് കീ അതുപോലെ തന്നെ മോർ ഓപ്ഷൻസ്. പാസ് കീ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാസ് കീ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കാണിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. നിങ്ങൾ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക. ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്കൊരു പാസ് കീ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ് വരിക. നിങ്ങളുടെ മൊബൈൽ ഏതാണ് അതിവിടെ കാണിക്കും. നിങ്ങളുടെ മെയിൽ ഐ ഡിയും കാണിക്കും. ഇവിടെ എൻ്റർ പിൻ എന്ന ഈ ഒരു ഭാഗം, അതായത് ആ ഒരു മൊബൈലിൻ്റെ പിൻ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പാസ് കീയിൽ ഈ ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം, എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ഓപ്ഷൻ കാണിക്കുന്നത്. ജസ്റ്റ് ബാക്ക് വന്നിട്ട് മോർ ഓപ്ഷൻസ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ 64 ഡിജിറ്റ് എൻക്രിപ്ഷൻ കീ എന്ന ഭാഗമുണ്ട്. അത് നമുക്ക് അത്രയും ഓർമ്മിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പാസ്വേഡ് എന്ന ഭാഗമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അത് കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതാണ് നിങ്ങൾക്ക് ബാക്കപ്പിന് വേണ്ടി വേണ്ടത് അത് ചോദിക്കും. ഞാനതൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ ലേറ്റർ എന്ന ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത്. ആവശ്യത്തിന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ നമുക്കൊരു എൻക്രിപ്ഷൻ പാസ്വേഡ് ഇവിടെ കൊടുക്കാം. 6 ക്യാരക്ടറും അതുപോലെ തന്നെ ഒരു ലെറ്ററുമാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മ കാണുന്ന ഒരു പാസ്വേഡ് തന്നെ ഇവിടെ എൻ്റർ ചെയ്യണം. ഒരു ലെറ്ററും അതിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഞാനിപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഇതുപോലെ കാണിക്കും. ഞാൻ ലെറ്റർ എന്ന ഭാഗമാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു പാസ്വേഡ് റീ എൻ്റർ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇവിടെ നെക്സ്റ്റ് എന്ന ഭാഗം വന്നിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പാസ്വേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രിയേറ്റ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അത് എനബിൾ ആകുന്നതിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സംഭവം ഇവിടെ താഴെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇവിടെ എനബിൾ ആയിട്ടുണ്ട്. ഓൺ എന്ന ഭാഗം വന്നിട്ടുണ്ട്. ബാക്കപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇത് ബാക്കപ്പ് ചെയ്യണം എന്നില്ല. ജസ്റ്റ് നമ്മുടെ ഫയലുകളൊക്കെ ഇവിടെ ബാക്കപ്പായി വരുന്നതിൻ്റെ പ്രോഗ്രസ് കാണാൻ സാധിക്കും. നമ്മുടെ മെയിൽ ഐ ഡി ഏതാണോ അതും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്ത് മെയിൽ ഐ ഡിയും ഉണ്ട്. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബാക്കപ്പ് എന്ന ഭാഗം നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഞാനങ്ങനെ ബാക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ബാക്കപ്പ് എന്ന ഭാഗം വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇതുവരെയുള്ള ചാറ്റുകളൊക്കെ നമുക്ക് ബാക്കപ്പ് ചെയ്യാം. അതൊക്കെ എൻക്രിപ്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പാസ്വേഡ് മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നിലവിൽ കൊടുത്ത പാസ്വേഡ് ആദ്യം കൊടുക്കണം. അതിനുശേഷമാണ് ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരിക. ചേഞ്ച് പാസ്വേഡ് എന്ന ഈ ഒരു ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആദ്യം കൊടുത്ത ഇത് നമുക്ക് ലെറ്റർ കൊടുക്കാം. ഇവിടെ ആദ്യം കൊടുത്ത പാസ്വേഡ് നിങ്ങൾ കൊടുക്കണം. അതിനുശേഷമാണ് നിങ്ങൾക്ക് പാസ്വേഡ് വീണ്ടും പുതിയൊരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരിക. ഓക്കെ, ഇനി ബാക്ക് വന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടേൺ ഓഫ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വീണ്ടും മെയിൽ ഐ ഡി കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ലെറ്റർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ താഴെ നെക്സ്റ്റ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടേൺ ഓഫ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക. ഒരിക്കലും ഓഫ് ചെയ്യരുത്. ജസ്റ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് തന്നെയാണ് പല ആളുകളുടെയും വാട്സാപ്പിൽ ഈ ഒരു സെറ്റിങ്സ് ഓഫിലായിരിക്കും ഉണ്ടാകുക. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ വാട്സാപ്പിൻ്റെ ആ ഒരു സുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വാട്സാപ്പിലെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിങ്സ് എന്തായാലും നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.